കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ വാൾ ഓഫ് ലവിന് തുടക്കം. നിരാലംബർക്കടക്കം സഹായിക്കാൻ സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഒരിടമൊരുക്കുന്ന പദ്ധതിയാണ് വാൾ ഓഫ് ലവ്. കളക്ടർ വി വിഘ്നേശ്വരയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് വാൾ ഓഫ് ലവ് എന്ന പങ്കുവയ്ക്കൽ ഇടങ്ങൾ സ്ഥാപിക്കുന്നത്. പൊതു ഇടങ്ങളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന വാൾ ഓഫ് ലവ് കബോർഡുകളിൽ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ സംഭാവനയായി വയ്ക്കാം. നിരാലംബർക്കടക്കം ഉപകാരപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളടക്കമുള്ള എല്ലാ സാധന സാമഗ്രികളും സംഭാവനയായി നൽകാം. ആവശ്യമുള്ളവർക്ക് ഇത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വാൾ ഓഫ് ലവിന്റെ ഉദ്ഘാടനം കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു. കളക്ടർ ബാഗ് സംഭാവനയായി വാൾ ഓഫ് ലവ് കബോർഡിൽ വെച്ചു. നഗരിയായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു തുടക്കമാണ്, പുതിയ ഇനിഷ്യേറ്റീവാണ്. നമ്മളെയാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. സപ്പോർട്ടേഴ്സ് should ensure that ഇത് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവണം, ജനങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവണം. അത് നമ്മുടെ സ്റ്റാഫ് വരുന്ന പേഷ്യൻസ് കുറച്ച് വെൽറ്റബിൾ പേഷ്യൻസ് സോ ഇത് നമ്മുടെ നേതൃത്വം എടുക്കണം, എപ്പോഴും ഇത് ഫുള്ളായിരിക്കും. ചെയ്യാൻ പറ്റി നമുക്ക് സന്തോഷമുണ്ട്. വെരി ഗുഡ് ഇനീഷ്യേറ്റീവ്. Congratulations for this wonderful initiative because many cities പല സ്ഥലത്തും ഇതുകൊണ്ടെങ്കിൽ ഒരു കൺസെപ്റ്റ് പല രാജ്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത നല്ല ഉപയോഗമുള്ള സാധനങ്ങൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാനായിട്ട് ആൾക്കാരുടെ അവസരം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ലയൺസിൽ ഈ ഒരു സൗകര്യം വന്ന് ഞങ്ങളത് ചെയ്തു. അതിനെൻ്റെ ഞങ്ങളുടെയൊക്കെ കുടുംബക്കായിട്ടുള്ളതെല്ലാം സഹായിച്ചു. പെട്ടെന്നൊരു കോൾ വന്നപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാധന സാമഗ്രികളാണ് വാൾ ഓഫ് ലവിൽ സംഭാവനയായി ലയൺസ് ക്ലബ്ബ് നൽകിയത്. ആവശ്യക്കാർക്ക് ഇവ എടുത്ത് ഉപയോഗിക്കാം. സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ വാങ്ങി ഇവിടുത്തെ വാൾ ഓഫ് ലവ് കബോർഡിൽ വയ്ക്കാം. ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായി, സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി പ്രതീകാത്മകമായി ഇത്തരത്തിലുള്ളൊരു സംരംഭം. ഇത് എടുക്കുന്നവരാരാണോ വെക്കുന്നവരാരാണെന്നോ എടുക്കുന്നവരാരാണെന്നോ തമ്മിൽ അറിയണമെന്നില്ല, അറിയാനും പാടില്ല. അത് നമ്മുടെ കയ്യിലുള്ളത് ആരോ ഇവിടെ വെക്കുന്നു, അത് മറ്റെവിടെയോ ഉള്ള ആരോ അത് അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് നിർധനരായിട്ടുള്ള ആൾക്കാർ. ആ ഒരു കാഴ്ചപ്പാടിൽ അതിനകത്തൂടെ പകരം വയ്ക്കുന്നത് പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവർ സ്നേഹത്തോടെ ഒരു സ്ഥാനം കൊണ്ട് വെക്കുന്നു, സ്നേഹത്തോടെ മറ്റൊരാളത് എടുക്കുന്നു. ഇപ്പോൾ രണ്ടുപേർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ അവരിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.